ഓക്കെ, അപ്പം ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് വിച്ച് എ സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 50 mm ക്യാൻ ട്രാൻസ്മിറ്റ് ഇഫ് ദ ഷിയർ സ്ട്രെസ് നോട്ട് ടു എക്സീഡ് 40 MPa. 40 MPa കൂടാൻ പാടില്ല ഷിയർ സ്ട്രെസ്. അപ്പോൾ ഇവിടെ ടോ തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ, ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. എങ്ങനെ നമുക്ക് ചെയ്യാം? സോ ദിസ് ഈസ് അവർ ടോർക്ക് ഇക്വേഷൻ. ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഷിയർ സ്ട്രെസ്സും റേഡിയസും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഈ പാർട്ട് നമുക്ക് തൽക്കാലം ആവശ്യമില്ല, ഇത് മാത്രം നോക്കുന്നു. എന്താ കാണാൻ പറഞ്ഞത്? കാണാൻ പറഞ്ഞത് സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോർക്ക് ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. ദ മാക്സിമം ടോർക്ക് വിച്ച് ക്യാൻ ബി റെസിസ്റ്റഡ്. സോ ടി ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ടോ ബൈ ആർ. Diameter is given, so J will be pi by 32 into d raised to 4. So substitute yellow, and we will be getting a value of 981.25 Newton meter. Unit is adhikanam, torque in the unit Newton meter. Okay. ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. A solid shaft is to transmit a torque of 10 kilonewton meter. Capital T തന്നിട്ടുണ്ട്. Find the maximum diameter of the shaft. D അല്ലെങ്കിൽ സ്മോൾ r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. r കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്താൽ ഡയമീറ്റർ കിട്ടും. If the shear stress not to exceed 50 Newton per mm². ടോ തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ തന്നെ? ടി തന്നിട്ടുണ്ട്, ടോ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ അവർ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ മീറ്ററിലേക്ക് കൊണ്ടുവന്നു. ഒന്നുകിൽ നമ്മളെല്ലാം മീറ്ററിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ മില്ലിമീറ്ററിൽ കൊണ്ടുപോകാം. അപ്പോൾ ഏതാണോ കൺവീനിയന്റ് അത് ചെയ്യാം. പക്ഷെ എല്ലാ യൂണിറ്റും ഒരുപോലെ ആയിരിക്കണം, ശ്രദ്ധിക്കുക. ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന ഫോർമാറ്റിലായിരിക്കണം എല്ലാ യൂണിറ്റുകളും. അപ്പോൾ ഇവിടെ അവരെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ടോ ബൈ ആർ എന്ന ഇക്വേഷനാണ് ഉപയോഗിച്ചത്. അത് സോൾവ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് പൈ ഡി റേസ് ടു 4/32 ഡിവൈഡഡ് ബൈ ഡി ബൈ 2. അതാണ് പൈ ഡി റേസ് ടു 3/16 ആയത്. അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട, നിങ്ങളുടെ സാധാരണ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ഡി ഈസ് ഈക്വൽ ടു 100 mm. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ഹോളോ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 200 kW അറ്റ് 80 RPM. ഇത്രയും പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. If the shear stress is not to exceed 60 MPa and the internal diameter is 0.6 times the external diameter, find the internal and external diameter of the shaft. ഈ ഒരു പ്രോബ്ലത്തിൽ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് 200 kW അറ്റ് 80 RPM. ഇത് പവർ ട്രാൻസ്മിറ്റേഷൻ ആണ് പറഞ്ഞത്. പവർ ട്രാൻസ്മിഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത് 200 കിലോവാട്ട് ഇൻറ്റു 210⁻³ വാട്ടാണ് അറ്റ് 80 RPM. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഷിയർ സ്ട്രെസ് ഷുഡ് നോട്ട് എക്സീഡ് 60 MPa മെഗാപാസ്കൽ. അപ്പോൾ 60 Newton per mm² കൂടാൻ പാടില്ല ഷിയർ സ്ട്രെസ് ടോ. ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ ഇസ് 0.6 ടൈംസ് ദ എക്സ്റ്റേണൽ ഡയമീറ്റർ. അപ്പോൾ ഡി ഐ ഈക്വൽ ടു 0.6 DO. ഫൈൻഡ് ദ DI ആൻഡ് DO. ഇങ്ങനെ കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നു നോക്കാം. പവർ ട്രാൻസ്മിറ്റഡ് 210⁻³ വാട്ട്. ക്യാപിറ്റൽ N നമുക്ക് ഇക്വേഷൻ അറിയാലോ. പവർ ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു 2π/NT/60 ആണ്. ഇപ്പോൾ RPM മിനിറ്റ് ആയതുകൊണ്ടാണ് /60 ഉപയോഗിക്കേണ്ടി വരുന്നത് അവിടെ. സോ 80 RPM. ടോ ലിമിറ്റേഷൻ തന്നിട്ടുണ്ട്. ഇവരത് മീറ്ററിലേക്ക് എടുത്തു. അത് വ്യത്യാസമുള്ളത്. നമുക്കൊന്നുകിൽ മില്ലിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിൽ എടുക്കാം, ഏതാണോ കൺവീനിയന്റ് എടുക്കാം. ഇനി സ്ട്രെങ്ത് ഇക്വേഷൻ. ഈ ഇക്വേഷൻ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ T/J ഈക്വൽ ടു ടോ ബൈ ആർ എന്ന ഇക്വേഷൻ. അത് ഹോളോ ഷാഫ്റ്റ് എന്ന ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. ഹോളോ ഷാഫ്റ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഐന്റെ വാല്യൂ വിൽ ബി π/32 ഇൻറ്റു ഡി റേസ് ടു ഔട്ടർ 4 മൈനസ് ഡി ഇന്നർ 4 അല്ലെ. ഡി ഇന്നർ റേസ് ടു 4 എന്ന ഇക്വേഷനാണ് വരിക. ആൻഡ് ആർ ഈക്വൽ ടു ഡി ഔട്ടർ ബൈ 2 ആണ്. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഫോമാറ്റ് കിട്ടും, ടോ വരുന്നൊരു ഫോമാറ്റ് കിട്ടും. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ടി ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ജെ ഇൻറ്റു ടോ ബൈ ആർ എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം.
അപ്പോൾ ഇവിടെ പവർ ട്രാൻസ്മിറ്റഡ് ഈസ് ഗിവൺ. നമുക്ക് തന്നിരിക്കുന്നത് പി ആണ്. 200 into 10⁻³ വാട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi NT/60 ആണ്. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഗെറ്റ് ടി കിട്ടുമല്ലോ. ദാറ്റ് മച്ച് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മില്ലിമീറ്റർ ഏതാണെന്നുള്ള ആ രീതിയിൽ നമുക്ക് ഇവിടെ ടി കിട്ടും. ഈ ടീനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജെയില് ഒരു ഡി വാല്യൂ ഉണ്ടാവും, ഡി ഔട്ടർ ഡി ഇന്നർ ഉണ്ടാവും. ആർ എന്ന് പറയുന്നത് ഡി ഔട്ടർ/2 ആണ്. അപ്പോ കണ്ടുപിടിക്കാലോ അല്ലേ? ഡി ഇന്നർ ഡി ഔട്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് വേറെ റിലേഷൻ കൂടി തന്നിട്ടുണ്ട്. ഡി ഇന്നർ ഇസ് ഈക്വൽ ടു 0.6 times ഡി ഔട്ടർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇക്വേഷൻ മാത്രം നിങ്ങൾക്ക് എഴുതിയെടുക്കാലോ. ജെ ഇസ് ഈക്വൽ ടു π/32 ഡി ഔട്ടർ/4 മൈനസ് ഡി ഇന്നർ/4 ആണ് ജെ എന്ന് പറയുന്നത്. ആൻഡ് ആർ ഇസ് ഈക്വൽ ടു ഡി ഔട്ടർ/2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഔട്ടറും ഡി ഇന്നറും നമ്മൾ റിലേഷൻ അറിയാം. ആൻഡ് സോൾവിംഗ് വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഡി ഔട്ടർ ആൻഡ് ഡി ഇന്നർ ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ. ഡി ഔട്ടർ ഇസ് ഈക്വൽ ടു 133 ആൻഡ് ഡി ഇന്നർ ഇസ് ഈക്വൽ ടു 79.8 mm. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മാക്സിമം ടോർക്ക് ദാറ്റ് എ ഷാഫ്റ്റ് of 120 mm diameter can transmit if the maximum angle of twist is limited to 1 degree in a length of 2 meter. Take C equal to 70 GPa. അപ്പോൾ മാക്സിമം ടോർക്ക് ക്യാപിറ്റൽ ടി ആണ് കാണാൻ കാണേണ്ടത്. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആർ ഇസ് ഈക്വൽ ടു 60 mm. മാക്സിമം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 1 degree in a length of 2 meter. 1 degree എടുക്കാൻ പാടില്ല. 1 degree റേഡിയൻസ് ആക്കി മാറ്റണം കേട്ടോ. എപ്പോഴും നമുക്ക് തീറ്റ റേഡിയൻസിൽ എടുക്കണം. ലെങ്ത് ഇസ് 2 meter. അപ്പൊ നമ്മൾ വിച്ച് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ ഉപയോഗിക്കും? ഇവിടെ സി തന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ ഉപയോഗിക്കണം അല്ലെ? T/J ഈക്വൽ ടു സി തീറ്റ/L എന്ന രീതിയിൽ എടുക്കണം. സോ ഈ പാർട്ട് ഓഫ് ദി ഇക്വേഷൻ ഉപയോഗിക്കുന്നു. T/J ഈക്വൽ ടു സി തീറ്റ/L. അതിൽ എന്തൊക്കെ തന്നു? ഡി തന്നിട്ടുണ്ട്. തീറ്റ 1 degree ആണ്. അപ്പൊ അതിന്റെ റേഡിയസിലേക്ക് കൊണ്ടുവന്നു. പൈ റേഡിയൻസ് ഈക്വൽ ടു 180 degree എന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് റേഡിയൻസ് കിട്ടി. L ഇസ് ഈക്വൽ 2 meter. C ഇസ് ഈക്വൽ 70 GPa. GPa എന്ന് പറഞ്ഞാൽ 70 into 10⁻³ Newton/mm² ആണ്, മെഗാ പാസ്കൽ. അപ്പൊ ഇവിടെ ഇവർ എന്താ ചെയ്തിരിക്കുന്നത്? എല്ലാ മീറ്റർ സ്ക്വയറിനെയും മില്ലിമീറ്ററിനെയും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ 10⁻6 കൂടി ആഡ് ചെയ്തു. അപ്പാണ് 10⁻9 ആയത്. ഓക്കെ, ഇവിടെ ഡീനെ മീറ്റർ ആക്കിയപ്പോൾ 10⁻³ എടുത്തു. ഇനി ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ പറയുന്നത് റിജിഡിറ്റി ഇക്വേഷൻ ആണ് അല്ലെ? സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ. അത് വെച്ചിട്ട് ടി കണ്ടുപിടിക്കണം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. πd⁴/32J. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വിൽ ബി ഗെറ്റിംഗ് T is equal to 12.39 kilonewton meter. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ മീറ്റർ ലെങ്ത്. ദാറ്റ് മീൻസ് തീറ്റ അത്രയുള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫോർ എ ഹോളോ ഷാഫ്റ്റ് ഓഫ് 100 mm external and 60 mm internal. D outerum D innerum. If the shear stress not to exceed 35, tau 35 ആണ്. ക്യാപിറ്റൽ സി തന്നിട്ടുണ്ട്. അപ്പൊ തീറ്റ/L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? L തരാത്തോണ്ടാണ് നമ്മൾ തീറ്റ/L എന്നുള്ള രീതിയിലേക്ക് എടുക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഡി ഔട്ടർ ഈസ് ഈക്വൽ ടു 100 mm. ഡി ഇന്നർ അവിടെ നിൽക്കട്ടെ, നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ടോ ഈക്വൽ ടു 35 ആൻഡ് ക്യാപിറ്റൽ സി ഇസ് ഈക്വൽ ടു 85 into 10⁻³ Newton/mm² എന്നെടുക്കാം. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ റൊട്ടേഷൻ പെർ മീറ്റർ എന്ന് പറഞ്ഞത്. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ മീറ്റർ. പെർ മീറ്റർ മീൻസ് പെർ ലെങ്ത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം മീറ്ററിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് പെർ മീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കൊണ്ട് ഡി ഔട്ടർ ഇസ് ഈക്വൽ ടു 50 into 10⁻³ meter. Then tau is equal to 35 into 10⁻⁶ Newton/meter². And capital C is equal to 85 into 10⁻⁹
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയും കിട്ടി. നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റ ബൈ എൽ ആണ്. സോ തീറ്റ ബൈ എൽ വിൽ ബി ടോ ബൈ സി ആർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോ അറിയാം, സി അറിയാം, ആർ എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് ഡി സീറോ, ദിസ് ഇസ് ആർ സീറോ അല്ലേ. ആർ സീറോ നമുക്കറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് 8.24 into 10 raised to minus 3 radian per meter. ഒന്നുകിൽ ഇങ്ങനെ തന്നെ നിലനിർത്താം, അല്ലെങ്കിൽ അതിനെ ഡിഗ്രിയിൽ കൺവേർട്ട് ചെയ്യാം. നമ്മുടെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കൺവേർഷൻ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഈ തീറ്റ ബൈ എൽ നമുക്ക് റിലേഷൻ കിട്ടും അല്ലേ. ഇത് ഞാൻ തന്നിരിക്കുന്ന PDF അവർ കുറച്ചൊരു വളഞ്ഞ വഴിയാണ് ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് വി ക്യാൻ ഗെറ്റ് ദിസ് വൺ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. A 5 meter length of a shaft of diameter 80 mm. Length, diameter is subjected to an angle of twist of 0.06 radian theta. When the shaft revolves at 4 hertz, 4 hertz എന്ന് പറഞ്ഞാൽ 4 complete rotations അല്ലെങ്കിൽ 4 cycles per seconds ആണ് hertz എന്ന് പറയുന്നത്. അത്തരം cycles per seconds. Cycles per seconds ആണ് hertz. Okay. Taking C equal to 80 GPa, find out power transmitted, that is P is equal to capital P, and the maximum shear stress induced, tau. ഇത് രണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. Given L is equal to 5 meter, diameter is equal to that much meter, theta is equal to 0.06 radian. It is given as speed of rotation is equal to 4 hertz. 4 hertz എന്ന് പറഞ്ഞാൽ 4 couples per second ആണ്. അപ്പോൾ എത്ര മിനിറ്റ് വന്നു? 4 into 60 RPM ആയി. ഒരു സെക്കൻഡിൽ 4 hertz എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 4 റൊട്ടേഷൻ. അങ്ങനെയാണ് ഒരു മിനിറ്റിൽ 240 റൊട്ടേഷൻ, 240 റൊട്ടേഷൻ പെർ മിനിറ്റ്. അപ്പോൾ പവർ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കിട്ടി ഇക്വേഷൻ 2πnt/60. പിന്നെ ഇതിൽ 2πnt/60 നമുക്ക് ഡയറക്റ്റ് പവർ കിട്ടും. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കേണ്ട n തന്നിട്ടുണ്ട്, t മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. t കണ്ടുപിടിക്കാൻ നമുക്ക് ഈക്വേഷനിൽ ഈ പാർട്ട് ഉപയോഗിക്കാം. കാരണം തീറ്റ തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ബി ഗെറ്റിംഗ് t is equal to that much Newton meter and power transmitted is equal to 96923 watt, that is equal to 96.923 kilowatt. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ഇസ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്, ടോ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ടോ ഇക്വേഷനിലെ ഫസ്റ്റ് പാർട്ട് ഉപയോഗിക്കുന്നു. അതായത് T/J ഈക്വൽ ടു ടോ ബൈ ആർ എന്ന ഇക്വേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ഫ്രം ദാറ്റ് ടോ ഈസ് കാൽക്കുലേറ്റഡ്, ദാറ്റ് ഇസ് 38.4. ഇക്വേഷൻ ഇതല്ല, നമ്മളുടെ ഇക്വേഷൻ തന്നെ ഓർമ്മിക്കുക. T/J ഈക്വൽ ടു ടോ ബൈ ആർ, J is equal to, that is equation will be like this. T/J is equal to tau by R, J equal to pi by 32 d raised to 4 and R is equal to d/2. Substitute ചെയ്താൽ ഇവർ തന്നിരിക്കുന്ന ഇക്വേഷൻ കിട്ടും. That is pi/16 d cube R, d cube tau കിട്ടും. അതിനകത്ത് tau കിട്ടും. So that problem is over. അടുത്ത ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ മാക്സിമം ടോർക്ക്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ T, that can be safely applied to a shaft diameter if the angle of twist should not exceed 1.5 degree in a length of 5 meter. 1.5 ഡിഗ്രിയിൽ കൂടാനും പാടില്ല. ആൻഡ് ഷിയർ സ്ട്രെസ് നോട്ട് എക്സീഡ് 40 MPa, ടോയും കൂടാൻ പാടില്ല. അപ്പോഴാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു രണ്ട് കൺസിഡറേഷൻ നോക്കിയിട്ടുള്ളത്. അതായത് ഡീഫോർമേഷൻ ഇത്രയും കൂടാൻ പാടില്ല, സ്ട്രെങ്ത്തും ഇതാണുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രെങ്ത് കണ്ടീഷനും ഡീഫോർമേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ റിജിഡിറ്റി കണ്ടീഷൻ, ഇത് രണ്ടും ഉപയോഗിച്ച് ടി കണ്ടുപിടിക്കണം. എന്നിട്ട് ഏതാണോ കുറഞ്ഞ ടി അത് ഉപയോഗിക്കും അല്ലേ. ടോർക്ക് കുറഞ്ഞതാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫെയിൽ ആവൂലേ. അതേസമയത്ത് ഡയമീറ്റർ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടതിൽ വലുത് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നെ? ഡയമീറ്റർ ഇസ് ഗിവൺ, തീറ്റ ഇസ് ഗിവൺ, റേഡിയനിലേക്ക് മാറ്റി, ടോ മാക്സിമം ഇസ് ഗിവൺ, സി ഇസ് ഓൾസോ ഗിവൺ.
To find the maximum torque. Since the shear stress and angle of twist are given, calculate the torque based on the strength consideration and also based on the rigidity consideration. നമ്മൾ പറഞ്ഞു തന്നെ strength consideration എന്ന് പറഞ്ഞാൽ first part of the equation, first set of the equation. Rigidity consideration എന്ന് പറഞ്ഞാൽ second set of the equation. The maximum safe torque will be the least of the two values. കുറഞ്ഞതാണ് maximum safe value എന്ന് പറയുന്നത്. ആയിരിക്കല്ലോ. കുറഞ്ഞ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? കാരണം രണ്ട് കേസിലും സേഫ് ആയിരിക്കണം. അപ്പോൾ കുറഞ്ഞ വാല്യൂ അല്ലേ സേഫ് ആവുള്ളൂ. അപ്പോൾ ടി ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം കണ്ടുപിടിച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സി തീറ്റ ബൈ എൽ ഉപയോഗിച്ചിട്ട് ടോ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ കുറഞ്ഞ വാല്യൂ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ദ മാക്സിമം ടോർക്ക്, മാക്സിമം സേഫ് ടോർക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? നിങ്ങൾ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഡിറ്റർമിൻ ദ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. പവർ പി is equal to 2 pi nt by 60 ആണ്. n is equal to 300 rpm. ഹോളോ ഷാഫ്റ്റ് ചെറിയൊരു പണിയായി. ഐ വാല്യൂ, ജെ വാല്യൂ, ഡി വാല്യൂ ഒക്കെ ശ്രദ്ധിക്കണം. ഇന്റേണൽ ഡയമീറ്റർ ആൻഡ് 5 mm തിക്ക്. 40 mm ഇന്റേണൽ ഡയമീറ്റർ, 5 mm തിക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ എന്തായിരിക്കും? 40 mm പ്ലസ് 5 ആണോ 40 mm പ്ലസ് 2 × 5 ആണോ? തിക്നെസ് ആണ് തന്നത്. അപ്പോൾ രണ്ട് സൈഡിലും തിക്നെസ് കൂടൂലേ ഡയമീറ്ററിന്റെ. അപ്പോൾ 40 പ്ലസ് 10 mm 50 mm ആണ് ഔട്ടർ ഡയമീറ്റർ. ഇഫ് ദ അലോവബിൾ സ്ട്രെസ് ഇസ് 75, ടോ 75, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റേനെ ലിമിറ്റേഷൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ലിമിറ്റഡ് വാല്യൂ ഉണ്ട്. ഈ രണ്ട് ലിമിറ്റഡ് വാല്യൂവിൻ്റെ അകത്ത് നിന്ന് ടോ കണ്ടുപിടിക്കുന്നു. ആ ടോയിലെ കുറഞ്ഞ വാല്യൂ പവറിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുന്നു അല്ലേ? ഓക്കെ, ആൻഡ് സി ഈസ് ഗിവൺ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നത് എൻ തന്നിട്ടുണ്ട്, ഡി ഇന്നർ ഈസ് 40, തിക്നെസ് 5, ടോ തീറ്റ തന്നിട്ടുണ്ട്, എൽ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ടു ഫൈൻഡ് ദ മാക്സിമം പവർ പി is equal to 2 pi nt by 60, where t is Newton per mm. Since the allowable shear stress and limit of angle of twist are given, torque should be calculated based on both the conditions and lesser values taken. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു, ഇക്വേഷൻ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, നമ്മൾ പഠിച്ച ഇക്വേഷൻ മാത്രം അപ്ലൈ ചെയ്യാം. അതിൻ്റെ അകത്ത് നിന്ന് ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാം. ആൻഡ് ദാറ്റ് ക്യാപിറ്റൽ ടി ഈസ് ഒബ്റ്റൈൻഡ് ആസ് 1090 ന്യൂട്ടൺ മീറ്റർ. അത് വെച്ച് നമുക്ക് പവർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ പവർ കണ്ടു, നമ്മൾ ആ സ്റ്റേജിലേക്ക് പോകണമെന്നില്ല, നമുക്കിപ്പോൾ പവർ കാണണ്ട. ടോ കണ്ടുപിടിച്ചു, അല്ല ക്യാപിറ്റൽ ടി കണ്ടുപിടിച്ചു, ടോ അല്ല ക്യാപിറ്റൽ ടി 1090. ഇതേപോലെ റിജിഡിറ്റി ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു വാല്യൂ കിട്ടും 757. അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ ടി ഏതാ? 757 ഉണ്ട്, നേരത്തെ 1090 ഉണ്ട്. അപ്പോൾ കുറഞ്ഞതെന്ന് പറയുന്നത് 757 ആണ്. ഈ 757 വെച്ചിട്ട് പവർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പവർ 23.794 കിട്ടും. ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് വാല്യൂയിൽ അവർ പവർ കണ്ടു, അങ്ങനെ കാണണ്ട. നമുക്ക് ടോർക്ക് കാണാം, ടോർക്കിൽ മിനിമം വാല്യൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ മിനിമം വാല്യൂ വെച്ചിട്ട് പവർ കാണാം. ഒറ്റ ഇക്വേഷൻ ചെയ്താൽ മതി, രണ്ട് പ്രാവശ്യം ചെയ്യണ്ട. ഓക്കെ, സോ മാക്സിമം പവർ വിൽ ബി ദ മിനിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് 23.794 കിലോവാട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എ സോളിഡ് ഷാഫ്റ്റ് ഈസ് സബ്ജക്ട് ടു ടോർക്ക് ഓഫ് 2 kN/m. ടോർക്ക് തന്നു ക്യാപിറ്റൽ ടി. ഫൈൻഡ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ദ അലോവബിൾ ഷിയർ സ്ട്രെസ് ഇസ് 60 ആൻഡ് അലോവബിൾ ട്വിസ്റ്റ് ഇസ് 1 degree ഫോർ എവരി 20 ഡയമീറ്റർ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. 20 ടൈംസ് ഡയമീറ്റർ ലെങ്ത് പറഞ്ഞത് ചെറിയൊരു കുനിഷ്ടൊപ്പിച്ചു അവരുടെ. 1 degree ഫോർ എവരി 20 ഡയമീറ്റർ ലെങ്ത്. അപ്പോൾ എവരി ലെങ്ത് എന്നുള്ളതിന് 20 × d ആയിരിക്കും ലെങ്ത് ഉപയോഗിക്കേണ്ടത്. ആ രീതിയിലേക്ക് മാറ്റി. ഇതാ ടി ഈക്വൽ ടു തന്നിട്ടുണ്ട്, ടോ ഈക്വൽ ടു തന്നിട്ടുണ്ട്, തീറ്റ 1 degree ഫോർ എവരി 20 ഡയമീറ്റർ. സോ എൽ ഈക്വൽ ടു 20 ഡയമീറ്റർ, 20 × d. ഇതൊക്കെ നിങ്ങൾ വഴി തെറ്റിക്കാൻ വേണ്ടി തരുന്നതാണ്, തെറ്റിപ്പോരുത്, ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു, ഡി കണ്ടുപിടിക്കണം. അപ്പോൾ സ്ട്രെങ്ത് ഇക്വേഷൻ, അതായത് ആദ്യത്തെ പാർട്ട് ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ. അത് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്ററിന് ഡി കിട്ടും, ഒരു വാല്യൂ കിട്ടി. ഇനി സെക്കൻഡ് പാർട്ട് കാണാം, തീറ്റന്റെ കണ്ടീഷൻ വെച്ചിട്ടുള്ള സ്മോൾ ഡി കണ്ടുപിടിക്കുക, ഡയമീറ്റർ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുമ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു.
and you'll be getting a value d is equal to 66.35 കിട്ടി. നേരത്തെ അതിലും കുറഞ്ഞ വാല്യൂ ആയിരുന്നു. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ലാർജ് ഡയമീറ്റർ. സോ 66.35 mm is the diameter. Okay. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് എ സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് എ സോളിഡ് ഷാഫ്റ്റ് ഓഫ് സർക്കുലർ സെക്ഷൻ ടു ട്രാൻസ്മിറ്റ് പവർ. ഡയമീറ്റർ കാണാൻ പറഞ്ഞു, പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. ആൻഡ് RPM തന്നിട്ടുണ്ട്. If the allowable shear stress is 75 and the allowable twist is 1 degree. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനകത്ത് നമുക്ക് വേണ്ടത് പോളാർ ഇക്വേഷന്റെ അല്ലെങ്കിൽ ടോർഷണൽ ഇക്വേഷൻ്റെ അകത്ത് ക്യാപിറ്റൽ T നമുക്ക് വേണം. ക്യാപിറ്റൽ T കാണാനാണ് പവർ തന്നിരിക്കുന്നത്. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ക്യാപിറ്റൽ T കണ്ടുപിടിക്കാം അല്ലെ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ T ഡയറക്റ്റ് തന്നില്ല, അതിനൊരു പവർ തന്നു, നമ്മൾ T കണ്ടു. അതിനുശേഷം റിജിഡിറ്റി ക്രൈറ്റീരിയയും സ്ട്രെങ്ത് ഇക്വേഷനും ഉപയോഗിച്ചിട്ട് ഉള്ള സ്മോൾ d കണ്ടുപിടിക്കുന്നു, ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു. ഇവിടെ 103 കിട്ടി, ഇവിടെ 71 കിട്ടി. അപ്പൊ സേഫ് ഏതായിരിക്കും? വലിയ വാല്യൂ ആയിരിക്കും. സോ റിക്വയർഡ് ഡയമീറ്റർ ഈസ് 103. ഈസി അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ചോദിക്കുക. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ് ചെയ്ത് പഠിക്കാം, വേറൊന്നും ചെയ്യാനില്ല. ഇതിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ ഇതെല്ലാം.